നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലെങ്കിലും ദൈവകൃപയും അകന്നു പോയിട്ട് ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിരാശപ്പെടണ്ട, സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട. വീണ്ടും നന്മയ്ക്കായി ദൈവം നിന്റെ മേൽ പ്രസാദിക്കാനുള്ള സമയമായിരിക്കുക. ദൈവത്തെ സേവിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ചിന്തയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത്. നിന്റെ ആരാധനയും നിന്റെ പ്രാർത്ഥനയും നിന്റെ സ്തോത്രവും ദൈവത്തിന് പ്രസാദമാണെങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിച്ച് നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യമുണ്ട്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. ഇവിടെ ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം. യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചതുപോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും. ആവർത്തന പുസ്തകത്തിൽ എഴുത്തുകാരൻ വെളിപ്പെടുത്തുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരിൽ ദൈവം പ്രസാദിച്ചതുപോലെ വീണ്ടും നന്മയ്ക്കായി നിങ്ങളിൽ ദൈവം പ്രസാദിക്കാൻ പോവുക. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനതയോട് പിതാക്കന്മാരിൽ പ്രസാദിച്ച ദൈവം നിങ്ങളിലും പ്രസാദിക്കുമെന്ന് ഈ വചനത്തിലൂടെ ഉറപ്പു തരിക. നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലെങ്കിലും ദൈവകൃപയും അകന്നു പോയിട്ട് ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിരാശപ്പെടണ്ട, സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട. വീണ്ടും നന്മയ്ക്കായി ദൈവം നിന്റെ മേൽ പ്രസാദിക്കാനുള്ള സമയമായിരിക്കുക. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ചില കാര്യത്തിൽ ദൈവം മുഖം മറച്ചെങ്കിലും, ചില കാര്യത്തിൽ ദൈവം കണ്ണടച്ചെങ്കിലും എന്നും ദൈവം മുഖം മറഞ്ഞ് നിൽക്കത്തില്ല, എന്നും ദൈവം കണ്ണടച്ച് നിൽക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, നിന്റെ നിലവിളിയുടെ മുമ്പിൽ നന്മയ്ക്കായി വീണ്ടും ദൈവം പ്രസാദിക്കാൻ പോവുക. ആരോടൊക്കെയുള്ളൊരു ദൈവിക സന്ദേശമാണ് ഈ രാവിലെ. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം വല്ലാതെ ഇടുങ്ങി ഞെരുങ്ങി വല്ലാത്തൊരു പ്രതിസന്ധിയുടെ കടന്നു പോകുകയാണ്. എന്താ കർത്താവെ രക്ഷിക്കാതെ, എന്താ കർത്താവെ വിടുവിക്കാതെ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ മുഖത്ത് നോക്കി ഇന്ന് രാവിലെ പ്രവചിച്ചു പറയുകയാണ്. എന്താണ് ആ പ്രവചനമെന്ന് കേട്ടെ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവം നിന്നിൽ നന്മയ്ക്കായി പ്രസാദിക്കാൻ പോവുക. ജീവിതത്തിലെ എത്ര വലിയ പരാജയങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ നിലത്തു വീണ വെള്ളം തുണി കൊണ്ട് ഒപ്പിയെടുക്കുന്ന പോലെ സർവശക്തനായ ദൈവം ഒപ്പിയെടുത്ത് മാറ്റിയിട്ട് വീണ്ടും നന്മയ്ക്കായി നിങ്ങളിൽ പ്രസാദിക്കാൻ പോവുക. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം, അവരുടെ ബന്ധനങ്ങൾ അഴിയണം, അവരെ വലിയ ദൈവിക നന്മയിലേക്ക് കൊണ്ടുവരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നന്മയ്ക്കായി വീണ്ടും ദൈവം നിന്നിൽ പ്രസാദിക്കും. ഗോഡ് ബ്ലസ് യു.